എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇഷ്ടം എപ്പിസോഡിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണുന്നത് ആകാശ് മഹേഷിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ്. താൻ പറഞ്ഞത് നീ കേട്ടിരിക്കണം, നിൻ്റെ ഫോൺ ഓഫാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ ഭീഷണിപ്പെടുത്തുകയായി. എന്തായി നമ്മുടെ ശ്രീമതി, അവൾ വരില്ലേ എന്നൊക്കെ പറഞ്ഞ് ആകാശ് മഹേഷിനെ കളിയാക്കിയാണ്. അവൾ എവിടെ പോയെന്ന് നിനക്കറിയില്ലേ? നീ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്തിയില്ലല്ലേ? ഇഷിത ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് മഹേഷിനോട് ഓരോന്ന് പറയുകയാണ്. ഇനി നീ സുഖമായി ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ഫോൺ കട്ടയൊക്കെയാണ്. അപ്പോൾ രചന ആകാശിനോട് ചോദിക്കുന്നു, ഇത്രയും വേണമായിരുന്നോ? അപ്പോൾ ആകാശ് പറയുന്നു, അങ്ങനെ വേണം, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നു. ഇനി നിനക്ക് ഒരാളെ വിളിക്കാനില്ലേ, അവരെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ രചന സ്വപ്നവല്ലിയെ വിളിക്കുന്നു. മരുമകൾ അവിടെ ഇല്ലേ, എവിടെ പോയി, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം അറിയിക്കുന്നു. അങ്ങനെ മോഹനവല്ലിയെ നന്നായിട്ട് രചന പറയുന്നു. എന്നെ ഇറക്കി വിട്ടതും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്നുള്ള കാര്യമൊക്കെ രചന പറഞ്ഞ് പരിഹസിച്ച് ഫോൺ കട്ടാക്കുന്നു. ആ സമയത്ത് ആകാശ് ചോദിക്കുന്നു, ഇപ്പം നിൻ്റെ മനസ്സൊന്ന് കൂളായോ എന്നൊക്കെ ചോദിക്കുന്നു. അവൾ പറയുന്ന കൂളായത്, എങ്കിൽ വാ നമുക്ക് ഹോട്ടാക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കറക്കമൊക്കെ കറങ്ങി റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം ചിപ്പി വളരെ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്, ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ മോഹനവല്ലി അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുന്നു, മോളെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അമ്മ വരാതെ ഞാൻ കഴിക്കില്ല, ഇനി അമ്മ വാരി തന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അമ്മ വരും, അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അപ്പം ചിപ്പി പറയുന്നു, അങ്ങനെയൊന്നുമല്ല, ആ ചേട്ടനെ എന്തിന് അമ്മയോട് അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, അതുകൊണ്ടല്ലേ അമ്മ പോയതെന്നൊക്കെ പറയുന്നു. അപ്പോൾ മോഹനവല്ലി പറയുന്നു, അത് നിൻ്റെ ചേട്ടനല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചിപ്പി പറയുന്നു, അതെൻ്റെ ചേട്ടനൊന്നുമല്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിപ്പിയെ ഫുഡ് കഴിപ്പിക്കുന്നു. അതേസമയം മഹേഷ് ഒറ്റയ്ക്ക് റൂമിലിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറയാൻ ഇഷിത ആ റെസ്റ്റോറൻറ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ മഹേഷ് ഇങ്ങനെ ഓർക്കുകയാണ്. അവൾ എവിടെ പോയി കാണും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുന്നു. ആ സമയത്ത് അച്ഛൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നു, ഇഷിത അപ്പുറത്തെ ഫ്ലാറ്റിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, അവിടെ പോയിട്ട് ചോദിക്കാൻ തോന്നിയില്ല, അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്, നാളെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, അപ്പം അവിടെ എങ്ങനെ ചോദിക്കും, അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ മഹേഷ് പറയുന്നു, എന്തായാലും അവളെ കണ്ടെത്തണം, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ച് നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ മഹേഷ് അവിടെ നിന്ന് യാത്രയാവുന്നു. അങ്ങനെ മഹേഷിന് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരു കോൾ വരുന്നു, അമ്മയുടെയാണ്. അപ്പോൾ മോളെ അവളെ കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിലെത്തി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അവളുടെ കൂടെയുള്ള ഒരു സ്റ്റാഫ് അവിടെ വരുന്നു. അപ്പോൾ ചോദിക്കുന്നു മഹേഷ്, ഇഷിത ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സാർ ഇല്ലല്ലോ, നാളെ ലീവാണല്ലോ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇഷിതയുടെ ഫ്രണ്ട് ആയ ഡോക്ടർ അങ്ങോട്ട് കടന്നു വരുന്നത്. അതെന്താ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മഹേഷ്